നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഒഡീഷയിൽ മിഷണറിമാർക്കെതിരെ BJP ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധവുമായി CPM. ഒഡീഷയിൽ വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധ ദീപം തെളിയിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദീപം തെളിയിച്ചത്. വാർത്തകൾ വിശദമായി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുലർച്ചെ 1008 നാളികേരം ഉപയോഗിച്ചുള്ള പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ക്ഷേത്രനടയിൽ ദേവസ്വം ദേവിദാസന്റെ സാന്നിധ്യത്തിൽ ഗജപൂജയും നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമനക്കൽ പത്മനാഭൻ നമ്പൂതിരി ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 9 മണിയോടെയായിരുന്നു ആനയൂട്ട്. ദേവസ്വം എറണാകുളം ശിവകുമാർ, ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെ 11 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ദ്രവ്യങ്ങളോടുകൂടിയ ചോറിനൊപ്പം കരിമ്പ്, പൈനാപ്പിൾ, തണ്ണിമത്തൻ, വെള്ളരി തുടങ്ങിയ വിവിധയിനം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെട്ടതായിരുന്നു ആനയൂട്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ ദേവസ്വം എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, ദേവസ്വം മാനേജർ മനോജ് K. നായർ എന്നിവർ ആനയൂട്ടിന് നേതൃത്വം നൽകി. ഒഡീഷയിൽ മിഷണറിമാർക്കെതിരെ BJP ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധവുമായി CPM. ആക്രമണത്തിന് ഇരയായ പാലക്കൽ സ്വദേശി ഫാദർ ജോജോ വൈദ്യകാരനടക്കമുള്ള സന്യസ്തർക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു CPM പ്രതിഷേധം. CPMന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പാലക്കലിലായിരുന്നു പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നത്. പാലക്കൽ കപ്പേളയ്ക്ക് സമീപം നടന്ന പ്രതിഷേധ യോഗം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സെബി ജോസഫ് പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മതനിരപേക്ഷവാദികൾ രാജ്യത്തെമ്പാടും വമ്പിച്ച പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് അത് ആറിത്തിളക്കുന്നതിന് മുൻപാണ് ബുധനാഴ്ച രാത്രി 9:30 ഒറീസയിലെ BJP തന്നെ ഭരിക്കുന്ന ഒറീസയിലുള്ള ബസാൻപൂരിലുള്ള ജ്വാലാന ഇടവകയിലെ വികാരിയായിട്ടുള്ള ലിജോ, അതുപോലെ പാലക്കൽ സ്വദേശി കൂടിയായിട്ടുള്ള ഫാദർ ജോജോ വൈദ്യക്കാരൻ. നമുക്കറിയാം, വൈദ്യകാരന്മാര് പാലക്കൽ മേഖലയിൽ ധാരാളം ഉണ്ട്. പഴയ അധ്യാപകനായിട്ടുള്ള അമ്മാടം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനായിട്ടുള്ള ഔസഫ് മാസ്റ്ററുടെ മൂത്ത മകൻ 67-കാരനായിട്ടുള്ള ജോജോ വൈദ്യക്കാരൻ, കൂടാതെ 2 സന്യാസിനികൾ, 4 പേരെ ഒറീസയിലെ ബസാൻപൂരിൽ വെച്ച് അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ബജ്രംഗദളിന്റെ പ്രവർത്തകർ, ഒറീസ ഭരിക്കുന്നത് BJPയുടെ മുഖ്യമന്ത്രിയാണ്, രാജ്യം ഭരിക്കുന്നത് RSSകാരനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് കിരാതമായ ആക്രമണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം BG വനജകുമാരി അധ്യക്ഷയായിരുന്നു. അവിടുത്തെ RSSകാര്, ബജ്രംഗ് ദൾ എന്ന് പറയുന്ന തീവ്രവാദക്കാര് ഈ കന്യാസ്ത്രീകളെ അവർക്ക് പ്രാധാന്യമുള്ള മീഡിയയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചുകൊണ്ട്, പോലീസിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് അവരെ ജയിലിൽ അടയ്ക്കുന്നതും നമ്മൾ കണ്ടതാണ്.
അതൊക്കെ തന്നെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ മറന്നുപോയി കൂടാ. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തുള്ള പാലക്കൽ പരിസരത്തുള്ള ജോജു വൈദ്യക്കാരൻ എന്ന് പറയുന്ന അച്ഛനെ ഒഡീഷയിൽ വെച്ച്, അവിടെയും ഭരിക്കുന്നത് BJP ആണെന്ന് നമ്മൾ മറന്നുപോയിക്കൂടാ. ഒഡീഷയിൽ വെച്ച് അതിദാരുണമായി അവരുടെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് ഒരുപാട് RSSകാരെ ആ പ്രദേശത്ത് കൂടിക്കൊണ്ട് ഇവർ വരുന്നതിനെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നതിനെ തടയുകയും അവരെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാ. അവരുടെ ഫോണുകൾ എല്ലാവരെയും പിടിച്ചെടുക്കുന്നു, അവരെ പോലീസിന്റെ മുൻപിൽ വെച്ച് ആക്രമിക്കുന്നു. CS സംഗീത്, KK മോഹനൻ, KP പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഒഡീഷയിൽ വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധ ദീപം തെളിയിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദീപം തെളിയിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കൽ സെന്ററിൽ നടന്ന ചടങ്ങ് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ആദ്യ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിത്തരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് പക്ഷേ ആ ഭരണഘടന രക്തപങ്കിലമായ കൈകളോടുകൂടി ആ ഭരണഘടന കൈമാറുന്ന, അല്ലെങ്കിൽ ആ ഭരണഘടന കൈപിടിച്ചിരിക്കുന്ന സംഘപരിവാർ ഇന്ത്യയെ നിയന്ത്രിക്കുമ്പോൾ, ആ സംഘപരിവാറിന്റെ നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ക്രൈസ്തവ നയവും, കേരളം വിട്ടാൽ മറ്റൊരു ആക്രമണ ക്രൈസ്തവ നയമാണ് BJP സ്വീകരിച്ചു പോരുന്നത്. നമുക്കറിയാം, ഗോത്ര കൂട്ടക്കൊല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗോത്ര കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവർ ഇന്ത്യ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് അവരിൽ നിന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരം ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോൾ, തന്റെ രക്തപങ്കിലമായ കൈകളോടെ ഇന്ത്യ ഭരിക്കുമ്പോൾ, ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ സംരക്ഷണം കിട്ടുമെന്ന വലിയ ചോദ്യചിഹ്നം രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. UDF നാട്ടിക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി TK പൊറിഞ്ചു, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, കോൺഗ്രസ് ചെയർ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രശ്മി ബൈജു, KP അനൂപ്, CR നന്ദകുമാർ, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, ഷീബ ചന്ദ്രൻ, വിനയ സച്ചിൻ, MP ശ്രീജിത്ത്, ജോയ് പയ്യപ്പിള്ളി, K കൃഷ്ണൻകുട്ടി, NR ചന്ദ്രൻ, ബൈജു സെൻ, VO ജോർജ്, KR സിദ്ധാർത്ഥൻ, സന്തോഷ് കുമാർ സെൻ, VI ജോൺസൺ എന്നിവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ ദീപം തെളിയിക്കാൻ എത്തിയത്. ചേർപ്പിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പോസ്റ്റർ പോരെ. പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ MP ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് തന്നെ വരുമെന്നാണ് BJP പ്രവർത്തകരുടെ പ്രചരണം. ചേർപ്പ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ലൈറ്റിനെ ചൊല്ലിയാണ് ഭരണകക്ഷിയായ കോൺഗ്രസിനൊപ്പം BJPയും പോസ്റ്റർ പ്രചരണവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പഞ്ചായത്ത് 19-ാം വാർഡിൽ പെടുന്നതാണ് ഭഗവതി ക്ഷേത്ര പരിസരം. കഴിഞ്ഞ ദിവസം ഇരുവിഭാഗത്തിന്റെയും പോസ്റ്ററുകൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് വരുമെന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയുടെ മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വാർഡംഗം ധന്യ സുനിലിന് അഭിനന്ദനം അറിയിച്ചുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഫ്ലക്സ്. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ 5 ലക്ഷം അനുവദിച്ച സുരേഷ് ഗോപി MPക്ക് അഭിനന്ദനം അറിയിച്ച് BJPയും ഫ്ലക്സ് ഇറക്കി. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പഞ്ചായത്ത് 2 ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന പോസ്റ്റർ പ്രചരണം സോഷ്യൽ മീഡിയയിലേക്കും പടരുകയാണ്. അതേസമയം ലൈറ്റ് ആര് സ്ഥാപിച്ചാലും അത് വേഗത്തിൽ യാഥാർത്ഥ്യമാകണമെന്നതാണ് നാട്ടുകാരുടെ നിലപാട്. ദേശീയ വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി ചേർപ്പിൽ വിവിധ സഹായ പദ്ധതികളുടെ വിതരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു സഹായ വിതരണം. ചേർപ്പിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ പതാക ഉയർത്തി. യൂണിറ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യാപാരികൾക്കുള്ള 53,000 രൂപയുടെ ചികിത്സാ സഹായം
1,00,000 രൂപയുടെ മരണാനന്തര സഹായം, 1,00,000 രൂപയുടെ വിവാഹ സമ്മാനം എന്നിവ യൂണിറ്റ് പ്രസിഡന്റ് വിതരണം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി അരുൺ, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബഷീർ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് വനിതാ വിംഗ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CPM ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ഇന്ത്യക്കെതിരെ കയറ്റുമതി തീരുവ കൂട്ടിയതിൽ അമേരിക്കൻ നടപടിക്കെതിരെ മൗനം പാലിച്ച BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തിന് എതിരായിട്ടായിരുന്നു പ്രകടനം. ചേർപ്പ് തായംകുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ചേർപ്പിൽ നടന്ന പ്രതിഷേധ യോഗം KK അനിൽ ഉദ്ഘാടനം ചെയ്തു. M മധു അധ്യക്ഷനായി. PK ലോഹിതാക്ഷൻ, KG സന്തോഷ് കുമാർ, AV സഹദേവൻ, PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വെളിപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചും ഒഡീഷയിൽ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുമായിരുന്നു പ്രകടനം. വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് ചേർത്തിയെന്ന തെളിവ് പുറത്തുവിട്ട രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് പ്രവർത്തകർ സന്യസ്തർ ആക്രമിക്കപ്പെട്ടതിൽ ശക്തമായി പ്രതിഷേധിച്ചു. കോടന്നൂരിൽ നടന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, ശ്രീനിവാസൻ വെങ്ങാലി, TV ജോൺസൺ, ആന്റണി തെക്കേക്കര, രവി കോപ്പക്കാട്ടിൽ, മുഹമ്മദ് ഇക്ബാൽ, ബാബു വേണുഗോപാൽ, ജേക്കബ് പെല്ലിശ്ശേരി, സുബ്രഹ്മണ്യൻ കുറുവത്ത്, ആന്റണി പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഒറീസയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായ വൈദികൻ ഫാദർ ജോജോ വൈദികാരന്റെ ചേർപ്പ് പാലിക്കലിലെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫാദർ ജോജോ ഉൾപ്പെടെയുള്ള സന്യസ്തർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. ഒഡീഷയിലെ ബാലസോർ ഇടവക വികാരി ഫാദർ ലിജോ പാലേക്കാരൻ, ഫാദർ ജോജോ വൈദികാരൻ, 2 കന്യാസ്ത്രീകൾ, ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ, വഴികാട്ടാൻ ബൈക്കിൽ അനുഗമിച്ച മതബോധന അധ്യാപകൻ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. വൈദികരുടെ മൊബൈൽ ഫോണുകൾ അക്രമി സംഘം തട്ടിയെടുത്തിരുന്നു. സംഭവത്തിൽ ജില്ലാ കളക്ടർ, പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. സംഭവം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയതിന് പിന്നാലെയാണ് CPM ജില്ലാ നേതാക്കൾ ഫാദർ ജോജോയുടെ പാലക്കലിലെ വീട് സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ജോസഫ് സംഭവത്തെക്കുറിച്ച് നേതാക്കളോട് വിശദീകരിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഫാദർ ജോജോയുമായി ഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കി. ലത്തീൻ സഭാംഗമായ ഫാദർ ജോജോ ജോഡോ ഇടവക വികാരിയാണ്. കഴിഞ്ഞ 40 വർഷമായി അവിടെ മിഷണറി പ്രവർത്തനം നടത്തിവരികയായിരുന്നു. പരേതരായ പാലക്കൽ വൈദികരൻ ജോസഫ് കുഞ്ഞലു ദമ്പതികളുടെ 6 മക്കളിൽ മൂത്തയാളാണ് ഇദ്ദേഹം. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, അംഗങ്ങളായ സെബി ജോസഫ് പെല്ലിശ്ശേരി, KK അനിൽ, KR പ്രജിത്ത്, OS സുബീഷ്, BG വനജകുമാരി, TR മീര എന്നിവരും CPM സംഘത്തിലുണ്ടായിരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള ആനയൂട്ട് ദിനത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രസാദകഞ്ഞി വിതരണം ചെയ്തു. തൃപ്രയാർ ശ്രീരാമ ഭക്ത സേവാ സമിതിയും CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് പ്രസാദകഞ്ഞി വിതരണം ചെയ്തത്. ആനയൂട്ട് ദിവസം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയ നാലമ്പല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ള ഭക്തർക്കാണ് ശ്രീരാമ ഭക്ത സേവാ സമിതിയും CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് പ്രസാദകഞ്ഞി ഒരുക്കിയത്. ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിന്റെ കൃഷിയിടത്തിൽ ജൈവവളം മാത്രം ഉപയോഗിച്ച് വിളയിച്ചെടുത്ത അരിയാണ് പ്രസാദകഞ്ഞിക്കായി ഉപയോഗിച്ചത്. മുതിരപ്പുഴുക്കും അച്ചാറും പപ്പടവും ഉൾപ്പെട്ടതായിരുന്നു പ്രസാദകഞ്ഞി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ ഭദ്രദീപം തെളിയിച്ച് പ്രസാദകഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള സംരംഭങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചു നിന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ കഞ്ഞി വിതരണത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായി നിന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം തന്നെ. ഇതിനു മുമ്പും ഈ ക്ഷേത്രത്തിലെ നിരവധി കാര്യങ്ങളിൽ കൈയച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സാലിഹും ശിവാസും പോലെയുള്ള വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് മാതൃകയാണ്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഏറ്റവും വലിയ പ്രാഥമിക ആവശ്യമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഏറ്റവും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ഇവിടെ ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. മുഖ്യാതിഥിയായ CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് പടിപ്പുരക്കൽ ഉണ്ണിമേനോന് പ്രസാദകഞ്ഞി നൽകി വിതരണത്തിന് തുടക്കമിട്ടു.
ഇങ്ങനെ ഒരു കഞ്ഞി കൊടുക്കുവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങൾ വർഷങ്ങളായിട്ട് തൃപ്രയാർ അമ്പലത്തിന് കുടിവെള്ളവും ഇവിടുത്തെ ഊട്ടുമുറിയിലുള്ള വെള്ളവും കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഇങ്ങനെ കഞ്ഞി കൊടുക്കാനുള്ള ഒരു സാഹചര്യം, അതും എൻ്റെ സ്വന്തം പാടത്ത് വിളവെടുത്ത ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ അരിയാണ്. അത് കഞ്ഞിയായിട്ട് 10,000-ങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം അത് ഈ ദേവസ്വം ബോർഡിനോടും ഇതിൻ്റെ എല്ലാ സംഘാടകരും വളരെയധികം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ദേവസ്വം മാനേജർ മനോജ് കെ നായർ, സമിതി പ്രസിഡന്റ് ദിവാസ് അലക്കൽ, രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, സുധീർ ആലക്കൽ, ജഗദീഷ് കോയമ്പത്തൂർ എന്നിവർ ചേർന്ന് CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹിനെ ആദരിച്ചു. സമിതി അംഗങ്ങളായ PK വിനോദ്, അജിത മനോഹരൻ, ബിനു, രാജേന്ദ്രൻ തൈവളപ്പിൽ, ഗോപാൽ ജി മുറ്റിച്ചൂർ, അംബുജം, രാമൻ പുന്നപ്പള്ളി, ബിനോയ് തൈപ്പറമ്പത്ത്, വസന്തൻ കുണ്ടായിൽ, രാമദാസ് കിഴക്കേടത്ത്, ശശി തൃപ്രയാർ, ജഗന എന്നിവർ പ്രസാദകഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. 3000-ലേറെ ഭക്തർക്കാണ് പ്രസാദകഞ്ഞി വിതരണം ചെയ്തത്. വേനൽക്കാലത്ത് സ്ഥിരമായി തൃപ്രയാർ ക്ഷേത്രത്തിലെ ഊട്ടുപുര ആവശ്യങ്ങൾക്കായി CP ട്രസ്റ്റ് സൗജന്യമായി കുടിവെള്ളവും നൽകുന്നത് പതിവാണ്. കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ ചാലക്കുടി DYSP PC ബിജുകുമാറും സംഘവും വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് 2765 ലിറ്റർ സ്പിരിറ്റ് ശേഖരം. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും നടക്കാൻ സാധ്യതയുണ്ടെന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് റേഞ്ച് തലത്തിൽ വാഹന പരിശോധന കർശനമാക്കാൻ DIG ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് ദേശീയപാതയിൽ പ്രത്യേക വാഹന പരിശോധനയും പോലീസ് ആരംഭിച്ചു. പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവി, ചാലക്കുടി DYSP എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം വാഹന പരിശോധന നടത്തിയത്. ഇതിനിടെ ദേശീയപാതയിലൂടെ അതിവേഗതയിൽ വന്നുകൊണ്ടിരുന്ന മിനി ലോറിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. ഇതിനിടെ പച്ചക്കറികൾ കയറ്റിവരികയായിരുന്ന മിനി ലോറി പോലീസ് പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ 2765 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടിച്ചെടുത്തു. 35 ലിറ്റർ വരുന്ന 78 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്പിരിറ്റ് നിറച്ച കന്നാസുകൾ. തുടർന്ന് മിനി ലോറിയുടെ ഡ്രൈവർ ആലപ്പുഴ കൈനകരി സ്വദേശി മാറാന്തര വീട്ടിൽ സുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചെടുത്ത സ്പിരിറ്റ് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്നുവെന്ന് ഡ്രൈവർ പോലീസിനോട് സമ്മതിച്ചു. സ്പിരിറ്റിനൊപ്പം മിനി ലോറിയും പോലീസ് പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത സ്പിരിറ്റിന്റെ ഉറവിടത്തെയും വിൽപ്പന ഇടങ്ങളും കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകും. സ്പിരിറ്റ് കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി. കൊടകര SHO PK ദാസ്, SI CD ഡെന്നി, ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, TR ഷൈൻ, PM മൂസ, VU സിൽജോ, ലിജു ഇയാനി, AU റെജി, MJ ബിനു, ഷിജു തോമസ്, CK ബിജു, സോണി സേവ്യർ, KJ ഷിൻഡോ, EA ശ്രീജിത്ത്, AB നിഷാന്ത്, സുർജിത് സാഗർ, കൊടകര ASIമാരായ ഷീബ അശോകൻ, KC ഗോകുലൻ, MS ഷിജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സ്പിരിറ്റ് കണ്ടെത്തി പിടിച്ചെടുത്തതിനാൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന വ്യാജമദ്യ ദുരന്തത്തിന് തടയിടാനും പോലീസിനായി. അതേസമയം ഓണത്തിന് മുന്നോടിയായി റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ചും പുഴയോര പ്രദേശങ്ങളിലും വ്യാജവാറ്റ നിർമ്മാണം കണ്ടെത്താനുള്ള റെയ്ഡുകളും ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9445 രൂപ, പവന് 75,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്.
ഒഡീഷയിൽ മിഷണറിമാർക്കെതിരെ BJP ബജ്രംഗ് ദൾ പ്രവർത്തകർ നടത്തിയ അക്രമത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധവുമായി CPM. ഒഡീഷയിൽ വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവത്തിനെതിരെ ചേർപ്പ് പാലക്കലിൽ പ്രതിഷേധ ദീപം തെളിയിച്ച് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ദീപം തെളിയിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.